ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കുഞ്ഞച്ചനാണ്. അപ്പോൾ ബീഫ് കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ റെസിപ്പിയാണ്, നല്ല എരിവുള്ള റെസിപ്പിയാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, ചിക്കൻ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് എല്ലാവരും പോയിട്ടൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ബീഫ് കുഞ്ഞച്ചൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ബീഫ്. 1.5 കിലോ ബീഫുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബീഫിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ഒരു 6 പച്ചമുളകും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റിന് വെക്കാം. ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റിന് വെച്ചിട്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതാണ് ബീഫ് വേവിക്കുന്നത്. ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കൊരു 5 വിസിൽ വരുന്ന വരെ ഇതിനെ വേവിച്ചെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ബീഫ് അവിടെ കിടന്ന് വേവട്ടെ, നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 എരിവുള്ള പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 250 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ വീഡിയോസിലും എൻ്റെ സ്ക്രീനായിട്ടും കാർഡായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഒരുപാട് റെസിപ്പികൾ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് കാണുന്നത് നല്ലതാണ്. നല്ല കിടിലൻ റെസിപ്പികളാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം അങ്ങ് വാടിപ്പോണ്ട, ഇത്ര മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തിട്ടെങ്കിൽ പോര്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്രഷ്ഡ് ചില്ലിയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കണക്കിനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫിൽ നിന്ന് ഇങ്ങനെ ആവി പറക്കുമ്പോഴുണ്ടല്ലോ, എന്താ അതിൻ്റെ സ്മെല്ലെന്നറിയാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുന്ന നമ്മളെ ഈ കറിവേപ്പില നമ്മളെ ബീഫിന് നല്ലൊരു ഫ്ലേവർ തരും. നിങ്ങളെ വീട്ടിൽ നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതുമെന്നൊരു 3 നാരങ്ങയുടെ ഇല പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മളെ ബീഫിന് നല്ലൊരു ഫ്ലേവർ തരും.
ഇനി നമുക്ക് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് ആയ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് കുഞ്ഞച്ചൻ ഇവിടെ റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ ഒരു നാരങ്ങയും കുറച്ച് കറിവേപ്പിലയും. ആവശ്യത്തിന് പുളി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞും കേട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചിക്കൻ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും പോയിട്ടൊന്ന് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാർഡിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കുഞ്ഞച്ചൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ബൈ.